ചൈനയിലെ ദ ഗ്രേറ്റ് കൾച്ചറൽ റെവല്യൂഷൻ. അതിനു മുമ്പ് അതിലേക്ക് നയിച്ച ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡിനെ കുറിച്ച് പറയാം. 1958 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ ഇൻഡസ്ട്രിയലൈസേഷൻ ക്യാമ്പയിൻ മാവോ സെത്തുങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്ന 4 വർഷം നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾ ചൈനയെ കാർഷിക സമൂഹത്തിൽ നിന്നും വ്യാവസായികവൽക്കരിക്കുന്നു. ഈ ഉദ്ദേശത്തിലാണ് അത് ചെയ്തു തുടങ്ങിയതെങ്കിലും ചെന്നെത്തപ്പെട്ടത് ക്ഷാമത്തിലും പട്ടിണിയിലുമൊക്കെയാണ്. തളർന്നില്ല. മാവോ 1966 പുതിയ ഐഡിയ ആയിട്ട് ഇറങ്ങി. പഴയ വിചാരധാരയും ശീലങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ മാറ്റി പുതിയൊരു കാൽവയ്പ്. മാർക്സിസം അനുവർത്തിച്ച സോവിയറ്റ് യൂണിയനെ പോലെ ആകാതിരിക്കാൻ മാവോ കിണഞ്ഞു പരിശ്രമിച്ചു. ഇതിനെ ദ ഗ്രേറ്റ് കൾച്ചറൽ റെവല്യൂഷൻ എന്ന് പറയും. ഇതിൻ്റെ ഫലമായി പഴയ അമ്പലങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ തകർക്കപ്പെട്ടു. ചുവന്ന പടയുടെ ശാക്തീകരണം നടന്നു. പാർട്ടിയിൽ തനിക്ക് എതിരായി നിന്നവരുടെയൊക്കെ ഉന്മൂലനവും നടന്നു. ഒക്കെ ചെയ്ത മാവോ തൻ്റെ സ്ഥാനം പാർട്ടിയിൽ ഉറപ്പിച്ചു. നിസ്സാരമായ രക്തച്ചൊരിച്ചിലല്ല ഈ കാലത്ത് നടന്നത്. ഏതാണ്ട് 2 മില്യണിൽ പരം മരണമാണ് കണക്കാക്കപ്പെടുന്നത്. 36 മില്യൺ പ്രോസിക്യൂഷനുകളും. ടോർച്ചർ ചെയ്തതിനും കയ്യും കണക്കുമില്ല. മാവോയുടെ കൾട്ട് സ്ഥാപിച്ചതിന് ഇത് ഉപകരിച്ചു എന്ന് മാത്രമല്ല, ചൈനീസ് സമൂഹത്തിൽ ഉണങ്ങാത്ത മുറിവായി, ട്രോമയായി ഈ കാലം ഇന്നും നിലനിൽക്കുന്നു. ഏകദേശം 10 വർഷം നീണ്ടു നിന്ന ഗ്രേറ്റ് കൾച്ചറൽ റെവല്യൂഷൻ മാവോയുടെ മരണത്തോടെ 76 തിരശീല വീഴുന്നത്.